ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു അലാ റസൂലില്ലാഹ്. വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മോട് വിട പറയാൻ സമയമായി. മാഷാ അല്ലാഹ്, നമ്മൾ എന്തുണ്ടാക്കി? മഹബത്ത് വർദ്ധിച്ചോ? അള്ളാഹു കൂടുതൽ കൂടുതൽ മഹബത്തും ഇത്തിബാഉം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ചെറുകഥ, വിശുദ്ധമായ ഹദീസ്. പണ്ട് നമ്മളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹമാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജൂതനായ മനുഷ്യനോട് കുറച്ച് സ്വർണ്ണ നാണയം കടം വാങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫതഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനോട് ഇയാൾ അത് വേണം, പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ മൂപ്പരോട് പറഞ്ഞു, യഹൂദി, മാ ഇന്ദീ മാ ഉഅ്തീക്, കയ്യിലില്ലല്ലോ, തരാം, എൻ്റെ അടുത്ത് ഇപ്പം തരാനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞു, അങ്ങനെയാണോ? ഫഇന്നീ ലാ ഉഫാരിഖുക യാ മുഹമ്മദു ഹത്താ തുഅ്തിയനീ, അത് തരാതെ വിടൂല മുഹമ്മദേ. അത് തരാതെ ഞാൻ വിടൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഓ അങ്ങനെയാണോ? ഇതൻ അജ്ലിസു മഅക, രണ്ടുണ്ടാണ്, നെസ്ബ് മറ്റും രണ്ടും പറ്റും. എന്നാ എൻ്റെ ഒപ്പം ഞാൻ ഇരുന്നോളാം, ഞാൻ എനിക്ക് തരാൻ അർഹതപ്പെട്ടവനാണല്ലോ, ഇപ്പം എൻ്റെ കയ്യില്ലാത്തോണ്ടല്ലേ ഞാൻ എൻ്റെ കൂടെ ഇരിക്കുക. അങ്ങനെ ഫജലസ മഅഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് കൂടെ ഇരുന്നു. കേൾക്കി, ഫസല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽളുഹ്റ വൽ അസ്റ വൽ മഗ്രിബ വൽ ഇശാ അൽ ആഖിറ വൽ വദാ, 5 വഖ്തും റസൂൽ നിസ്കരിച്ചു. അതായത് ഒരു ദിവസം ഫുള്ളായിട്ട് ഹബീബിൻ്റെ കൂടെ തന്നെ ഇയാൾ. ഇത് പള്ളിയിൽ നിന്നാണെന്നില്ല, വീട്ടിലേക്ക് ആവാം, ഇവിടെ മിർക്കാത്തിലെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അറിയോ? ആട്ടി വിട്ടോ, ഒരു അന്യമതസ്ഥനാണ്. പക്ഷേ അക്രം ആരോടും മരുത്. കൊടുക്കാനുള്ള പൈസ ഉണ്ടല്ലോ, കൊടുക്കാൻ കയ്യിലില്ല. നമുക്കാണെങ്കിലോ ചില ആൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല, ഉണ്ടെങ്കിലും കൊടുക്കാനും തോന്നില്ല. ഹബീബ് കാട്ടിയല്ലേ. ഇതാര് കാണുന്നുണ്ട്? ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം കാണുന്നുണ്ട്. വക്കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹദ്ദൂനഹു വയതവഅദൂനഹു, അടിച്ചുടാൻ അനെ കൊല്ലു ഞങ്ങൾ, പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കാരണം ഹബീബിനല്ലേ ഇടങ്ങേറാക്കുന്നത്. ഇതാരറിഞ്ഞു? ഫഫത്തിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മല്ലദീ യസ്നഊന ബി, ഈ ചങ്ങായിനെ ഭീഷണിപ്പെടുത്തുന്ന സംഗതിയൊക്കെ ആർക്ക് മനസ്സിലായി? റസൂലുള്ളാഹിക്ക് മനസ്സിലായി. അപ്പോൾ റസൂല പറഞ്ഞേ, എന്താ പറഞ്ഞത്? ഫഖാലു യാ റസൂലല്ലാഹ് യഹൂദിയുൻ യഹ്ബിസുക. സ്വഹാബത്ത് പറയാ, ഒരു ജൂതനാണോ അങ്ങോരെ തടഞ്ഞു വെക്കുന്നത്? അങ്ങോരെ ഹക്കായ പ്രവാചകരല്ലേ, ഒരു അമുസ്ലിമായ ആൾക്ക് അങ്ങയെ തടഞ്ഞു വെക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കേൾക്കണം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇതാണോ അറിയോ? മനഅനി റബ്ബി അൻ അളിമ മുആഹിദം ബഗൈറ, എൻ്റെ റബ്ബ് എന്നെ വിലക്കിയിട്ടുണ്ട്. മുആഹിദ് ബികസിൽ ഹായ് വഹുവ സിമ്മിയു വൽ മുസ്തഅ്മൻ. എന്താ? ഇസ്ലാമിക രാഷ്ട്രത്ത് സർക്കാരിന് നികുതി കൊടുത്ത് ജീവിക്കുന്നയാളാണ് ദിമ്മിയെ. മുസ്തഅ്മനോ നമ്മളോട് അഭയം തേടിയപ്പോൾ അഭയം നൽകപ്പെട്ടവൻ. വൈറഹു, വൈറിനെയും ഇവരല്ലാത്തവരെയും റസൂലുള്ളാഹി തങ്ങൾ കടം കൊടുക്കാണ്ടല്ലോ. ഒരാളെയും ആക്രമിക്കാൻ പാടില്ല, ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല. അക്രമം എൻ്റെ റബ്ബ് എന്നെ വിലക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ചില ആളുകൾ കടം വാങ്ങും,
ഒരു കടം വാങ്ങാനേ അറിയുള്ളൂ, വീട്ടാൻ അറിയില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പരമാധികാരമുണ്ടല്ലോ. എന്ത് ചെയ്യാനും പറ്റുന്ന നേതാക്കന്മാര്, നല്ല ഉഷാറുള്ള സ്വഹാബത്ത് അവിടെ ഉണ്ട്. ഓലക്കടക്കി നിർത്തി, അടങ്ങൂ, ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതല്ലേ, എൻ്റെ കയ്യില്ലാത്തതുകൊണ്ട് കൊണ്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫലമ്മാ തറജ്ജലൻ നഹാർ, എന്തായി, പകലായി. ഇതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക, കേട്ടിരിക്കുക ആര്? ഈ ജൂതൻ. പിറ്റേ നാളായപ്പം യഹൂദി പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഞാൻ അല്ലാഹുവിലും യഥാർത്ഥ മഅബൂദ് അല്ലാഹുവാണെന്നും അങ്ങോർ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നബിയെ. മാഷാ അല്ലാഹ്. ഇതെന്താ സംഭവം? ഹബീബിന്റെ നീതി കണ്ട്, ശരീഅത്ത്, നീതിയുള്ള ശരീഅത്താണ് നമ്മളെ ശരീഅത്ത്. ഒരു വിഭാഗത്തിലേക്ക് മാത്രം നോക്കിയിട്ടല്ല നീതി, സർവ വസ്തുക്കളിലേക്ക് നോക്കിയിട്ടുള്ള നീതിയാണ്. വശത്രുമാലി ഫീ സബീലില്ലാഹ്. ഹബീബേ, എൻ്റെ സമ്പത്തിന്റെ പകുതിയും ഇതാ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ നൽകിയിരിക്കും. എന്നിട്ട് മൂപ്പര് പറയണേ, അമാ വല്ലാഹി മാ ഫഅൽതു ബിക അല്ലദീ ഫഅൽതു ബിക ഇല്ലാ ലി. ഞാൻ അങ്ങോരെ കൊണ്ട് പലതും കാട്ടിക്കൂട്ടിയല്ലോ. ഇപ്പം ഇതൊക്കെ ചെയ്തെന്തിനറിയോ? ഈ പരീക്ഷണം ഞാൻ നടത്തിയത് ഞങ്ങളെ ഗ്രന്ഥമായ തൗറാത്തിൽ അങ്ങോരെപ്പറ്റി കുറേ നന്മകളുണ്ട്, ഇതൊക്കെ അങ്ങോരിൽ ഉണ്ടോ എന്ന് ഞാൻ പരീക്ഷിക്കുകയായിരുന്നു. എന്നിട്ട് മൂപ്പര് തൗറാത്തിൽ മുത്ത് ഹബീബിനെ പറ്റി പറഞ്ഞതൊക്കെ മൂപ്പരങ്ങ് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് വ ഹാദാ മാലി ഫഹ്കും ഫീ ബിമാ അറാകല്ലാഹ് വ കാനൽ യഹൂദിയ്യു കസീറൽ മാൽ. ഇവിടെ എന്താ പാഠം? കടം കൊടുത്താൽ വാങ്ങിക്കഴിഞ്ഞാൽ അവന് കൊടുക്കണം. അതിൻ്റെ ആളുകൾ ചോദിച്ചു വരുമ്പം ഓരോട് അപമര്യാദയായി പെരുമാറരുത്. അത് ആരാണെങ്കിലും ശരി, അന്യമതസ്ഥനാണെങ്കിലും ശരി, എത്ര വലിയ നേതാവാണെങ്കിലും കടം വലിയൊരു വിഷയമാണ്. നമുക്ക് കടം വിഷയമല്ലല്ലോ. ഇതായിരുന്നു നമ്മുടെ ഹബീബിന്റെ സ്വഭാവം. തൗറാത്തിൽ ഹബീബ് പദാർത്ഥ ലോകത്തിലേക്ക് റസൂലായി വരുന്നതിന് മുൻപ് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തൗറാത്തിലുള്ള പരാമർശം ഇത് സത്യമാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്ന യഹൂദിയ. അയാൾ വിജയിച്ചു, വിശുദ്ധ ഇസ്ലാം പുലുകി. അല്ലാഹു തആല ഈ പരിപൂർണമായ ഇത്തിബായിലും മഹബത്തും നമുക്ക് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ.